ആ ഒരു സീൻ ഒന്ന് ഓർത്തു നോക്കിയേ. സമയം പോകുന്നു, നിങ്ങൾക്ക് ഓഫീസിലേക്ക് ഓടണം, പുറത്ത് സ്കൂൾ ബസിന്റെ ഹോൺ കേൾക്കാം. പക്ഷേ കുട്ടിയുടെ കാലിലോ ഷൂസ് മാത്രം കാണില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും പറയും, പതിയെ ശബ്ദം കൂടും, അവസാനം നിങ്ങൾക്ക് ദേഷ്യം വരും, ഒരു നിസ്സഹായത തോന്നും അല്ലേ? നമ്മൾ സാധാരണ എന്താ ചെയ്യാ? സൗണ്ട് കൂട്ടും. അതാണ് സൊല്യൂഷൻ എന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. പക്ഷേ ഒരു നിമിഷം ആ സൗണ്ട് കൂട്ടുന്നത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നമെങ്കിലോ? അവർ നമ്മളെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുകയാണോ, അതോ ഇതിന്റെ പിന്നിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു സയൻസ് ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ ഉത്തരം മുഴുവനും നമ്മുടെ കുട്ടികളുടെ തലച്ചോറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പകുതി ടെൻഷനും ദേഷ്യവും ഒക്കെ അപ്പോൾ തന്നെ അങ്ങ് പോകും. കുട്ടികളുടെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ 2 പ്രധാന കളിക്കാരുണ്ട്. ഒന്ന് ഈ കാണുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ഇതിനെ നമുക്ക് അവരുടെ ലോജിക് സെന്റർ അല്ലെങ്കിൽ കൺട്രോൾ റൂം എന്നൊക്കെ വിളിക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിച്ച് തീരുമാനമെടുക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ ഭാഗമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇപ്പോഴും പണിപ്പുരയിലാണ്, വളർന്നു വരുന്നതേയുള്ളൂ. ഇനി രണ്ടാമത്തെ ആളെ കണ്ടോ, അമിഗ്ഡല. ഇതവരുടെ അപായമണി അല്ലെങ്കിൽ ഫയർ അലാറമാണ്. ഈ ഭാഗം എപ്പോഴും ഓൺ ആണ്. എവിടെയെങ്കിലും ഭീഷണിയുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ഇതിന്റെ ജോലി. അപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയോ? നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് ഉറക്കെ കൽപ്പിക്കുമ്പോൾ കുട്ടിയുടെ തലച്ചോറ് അതിനൊരു നിർദ്ദേശമായിട്ടല്ല കാണുന്നത്. പകരം അതൊരു അറ്റാക്ക് ആയിട്ടാണ് കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത്. പെട്ടെന്ന് ആ ഫയർ അലാം, അതായത് അമിഗ്ഡല, ശക്തിയായി അടിക്കാൻ തുടങ്ങും. പിന്നെ എന്ത് സംഭവിക്കും? ആ ചിന്തിക്കുന്ന തലച്ചോറില്ലേ, ആ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതങ്ങ് ഷട്ട് ഡൗൺ ആകും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്കത് കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. സത്യത്തിൽ ഇത് നമുക്കും അങ്ങനെ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ബോസ് വന്നിട്ട് ആ ഫയൽ ഇപ്പോൾ തന്നെ എന്റെ ടേബിളിൽ വേണമെന്ന് നമ്മളോട് ആക്രോശിച്ചാൽ നമുക്ക് എന്ത് തോന്നും? പേടി കൊണ്ട് ചിലപ്പോൾ നമ്മളത് ചെയ്യുമായിരിക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദേഷ്യവും എതിർപ്പും ഉണ്ടാകില്ലേ? അത് തന്നെയാണ് കുട്ടികൾക്കും സംഭവിക്കുന്നത്. ആരും അവരെ നിയന്ത്രിക്കുന്നത് അവർക്കിഷ്ടമില്ല. അപ്പോ ആജ്ഞാപിക്കുന്നതിന് പകരം എന്ത് ചെയ്യും? അവിടെയാണ് ഈ വലിയൊരു ഷിഫ്റ്റ് വരുന്നത്. കൺട്രോളിൽ നിന്ന് കണക്ഷനിലേക്ക്. അതായത് നമ്മൾ അവരെ നിയന്ത്രിക്കുന്നതിന് പകരം അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. കർശനമായിരിക്കേണ്ട സമയത്ത് കർശനമാകുക, പക്ഷേ അതേസമയം സ്നേഹവും ആശയവിനിമയവും നിലനിർത്തുക. നമ്മുടെ ലക്ഷ്യം അവരെ ഭരിച്ച് അനുസരിപ്പിക്കുന്ന ഒരു പ്രജയെ ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നതാണ്. ശരി, കൽപ്പനകൾ വർക്കാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? കുട്ടികൾ വീടൊക്കെ വലിച്ചു വാരിയിടുമ്പോൾ നമ്മൾ വെറുതെ നോക്കി നിൽക്കണം? വേണ്ട, ഒരിക്കലുമില്ല. അവിടെയാണ് നമുക്ക് ചില പ്രാക്ടിക്കൽ ടൂൾസ് വേണ്ടി വരുന്നത്. ഇതാണ് ഒന്നാമത്തെ ടൂൾ. ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ കുട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നു പറയുന്നതിന് പകരം അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ഒന്ന് വിവരിച്ചു കൊടുക്കുക. സത്യം മാത്രം പറയുക, കൽപ്പനയല്ല, ഒരു വിവരം കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കുട്ടികളുടെ തലച്ചോർ തനിയെ പ്രവർത്തിച്ചു തുടങ്ങും. ഈ ഉദാഹരണങ്ങളൊന്ന് നോക്കിയേ. നമ്മൾ ലെഗോസ് ഒക്കെ പെറുക്കി വെക്ക് എന്ന് ദേഷ്യപ്പെടുന്നതിന് പകരം നിലത്ത് നിറയെ ലെഗോസ് ആണല്ലോ എന്ന് പറയുക. കുട്ടികൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലസമായി വലിച്ചെറിയുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇരിക്കേണ്ടത് ലോണ്ടറി ബാഗിലാണ് എന്ന് പറയാം. അതുപോലെ ചെളിയുള്ള ഷൂട്ട് അകത്ത് കയറരുത് എന്ന് പറയുന്നതിന് പകരം ഷൂസിലൊക്കെ നല്ല ചെളിയുണ്ടല്ലോ എന്ന് പറയുന്നു. കണ്ടോ, ഇവിടെ കുറ്റപ്പെടുത്തലുകളില്ല, ആജ്ഞകളില്ല, വെറും ഒരു വിവരം മാത്രം. അത് കേൾക്കുമ്പോൾ തന്നെ അതൊരു പരിഹരിക്കേണ്ട പ്രശ്നമാണെന്ന് അവരുടെ തലച്ചോർ മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, രാവിലെ 7:30 ഓഫീസിലേക്ക് ഓടുമ്പോൾ ഇങ്ങനെയൊക്കെ വർണ്ണിക്കാനും വിവരിക്കാനും എവിടെയാ നേരമെന്ന്. അല്ലേ? ശരിയാണ്. 3 കിടിലൻ ഐഡിയകളാണിത്. 1, ഒറ്റ വാക്കിലുള്ള ഓർമ്മപ്പെടുത്തൽ. രണ്ടാമതായി ഞാൻ സ്റ്റേറ്റ്മെന്റുകൾ, അതായത് നമ്മുടെ ഫീലിംഗ്സ് പറയുക. പിന്നെ മൂന്നാമത്തേത് കുറച്ച് കളിയും തമാശയും ഒക്കെ. നമ്മളിങ്ങനെ 10 തവണയായി ഞാൻ പറയുന്നു ഷൂസ് ഇടാൻ, നമ്മൾ ലേറ്റ് ആവും, എന്താ നിനക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ഒരു പ്രസംഗം നടത്തുമ്പോൾ കുട്ടികളത് കേൾക്കുന്നുണ്ടാവില്ല. അത് അവർക്ക് വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമാണ്. അതിനു പകരം സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട് ഷൂസ് എന്ന് മാത്രമൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പോൾ അവർക്ക് തർക്കിക്കാനൊന്നുമില്ല. അത് അവരുടെ ബുദ്ധിയെ നമ്മൾ ബഹുമാനിക്കുന്നത് പോലെയാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ നീ എപ്പോഴും റൂം വൃത്തികേടാക്കിയിടും എന്ന് പറയുമ്പോൾ അതൊരു കുറ്റപ്പെടുത്തലാണ്. ആർക്കായാലും ദേഷ്യം വരും. അതിനു പകരം ഈ റൂം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നു എന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ നമ്മുടെ വികാരമാണ് പറയുന്നത്. അവിടെ കുറ്റപ്പെടുത്തലുകൾ ഇല്ല. ഇത് കുട്ടികളിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അതായത് സഹാനുഭൂതി വളർത്താൻ ഒരുപാട് സഹായിക്കും. ഇനി തമാശ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രെയിൻ ഹാക്ക് ആണ്. കുട്ടികളുടെ തലച്ചോറിലെ ആ അപകടമണി അടിക്കുന്നത് നിർത്താനുള്ള ഏറ്റവും നല്ല വഴി.
ഒരു റോബോട്ടിന്റെ ശബ്ദത്തിൽ ഷൂസ് കാലിൽ ഇടുക എന്ന് പറയുകയോ അല്ലെങ്കിൽ TV സ്ക്രീനിന്റെ അടുത്ത് അയ്യോ എനിക്ക് ഭയങ്കര ചൂട് തോന്നുന്നു, എന്നെ കുറച്ചുനേരം ഓഫാക്കുമോ എന്ന് സ്റ്റിക്കറിൽ എഴുതി ഒട്ടിച്ചു വെക്കാം. ആ ഒരു ഭീഷണിയുടെ അന്തരീക്ഷം അപ്പോൾ തന്നെ മാറും. സഹകരണത്തിനുള്ള വാതിൽ തനിയെ തുറന്നു വരും. അപ്പോൾ ഇതൊക്കെ രാവിലത്തെ തിരക്ക് മാനേജ് ചെയ്യാനുള്ള കുറച്ച് സൂത്രപ്പണികൾ മാത്രമല്ല, ഇത് അതിലും വലുതാണ്. ഇത് നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു നിക്ഷേപമാണ്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വളർത്തുന്നത് കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന പടയാളികളെയല്ല, മറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് ഉത്തരവാദിത്തത്തോട് സഹകരിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരെയാണ്. അവസാനമായി ഒരു ചോദ്യം. കുട്ടികളുടെ വളർന്നുകൊണ്ടിരിക്കുന്ന തലച്ചോറിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ രീതിക്ക് കഴിയുമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ മുതിർന്നവരുമായുള്ള ബന്ധങ്ങളിൽ ഇത് എങ്ങനെയുള്ള മാറ്റമായിരിക്കും കൊണ്ടുവരിക? നമ്മുടെ സംസാരത്തിൽ ഈ ചെറിയ മാറ്റങ്ങൾ മതി ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഒരിക്കലും കഴിച്ച പാത്രങ്ങൾ സിങ്കിൽ വെക്കാറില്ല എന്ന് പങ്കാളിയോട് ദേഷ്യപ്പെടുന്നതിന് പകരം മേശപ്പുറത്ത് കഴിച്ച പാത്രങ്ങൾ ഇരിപ്പുണ്ട് എന്നൊന്ന് വെറുതെ വിവരിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഓഫീസിൽ ഒരു സുഹൃത്തിനോട് ആ റിപ്പോർട്ട് വേഗം താ, നീ എപ്പോഴും ലേറ്റാണ് എന്ന് ആജ്ഞാപിക്കുന്നതിന് പകരം മീറ്റിംഗിന് ഇനി 10 മിനിറ്റേ ഉള്ളൂ, നമുക്ക് ആ റിപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് വിവരം മാത്രം നൽകി നോക്കൂ. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ശാന്തമായ നിങ്ങളുടെ ഈ പുതിയ രീതികളെ ചുറ്റുമുള്ളവരും സ്നേഹിക്കാൻ തുടങ്ങും. കുറച്ച് ആജ്ഞകൾ കുറക്കുക, കൂടുതൽ ബന്ധം സ്ഥാപിക്കുക. ചുറ്റുമുള്ളവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുന്നത് കാണാം. അപ്പോൾ നാളെ രാവിലെ ആ പതിവ് യുദ്ധം തുടങ്ങുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ശ്വാസം എടുക്കുക. എന്നിട്ട് ആ ഒരു ഒറ്റ വാക്ക് ഓർക്കുക, ഷൂസ്. ദേഷ്യപ്പെടുന്നതിന് പകരം അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അവിടെ സംഭവിക്കുന്ന ആ ഒരു മാജിക് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക. എല്ലാവർക്കും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ആശയവിനിമയം നടത്താൻ കഴിയട്ടെ.